എടാ നിനക്ക് ബിസ്ക്കറ്റ് വേണമെന്നല്ലേ പറഞ്ഞത്? എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നീ അമ്മയെ കളിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പോയി ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാമോ? നീ എന്തു പറയുന്നു? നീ ചെയ്യോ? ഏറ്റല്ലോ അല്ലേ? ഓക്കെ, നല്ല ഐഡിയ ചേച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏറ്റു. ഞാൻ ഇപ്പൊ തന്നെ അമ്മയെ പോയി വിളിക്കാം. മതി മതി, എനിക്ക് ഉമ്മ തന്നത്. ആദ്യം ഈ ഐഡിയ വർക്ക് ആവുമെന്ന് നോക്കട്ടെ. എന്നെ വീട്, ഞാൻ അമ്മ എവിടെയാണെന്നും ബിസ്ക്കറ്റ് എവിടെയാണെന്നൊക്കെ നോക്കട്ടെ ചേച്ചി. നമ്മൾ ഇന്ന് പൊളിക്കും. എനിക്ക് കൂടുതൽ ബിസ്ക്കറ്റ് തരണേ. ഓ ശരി ശരി, നീ ആദ്യം പെട്ടെന്ന് ചെന്ന് ബിസ്ക്കറ്റ് എവിടെയെന്ന് നോക്കുക. അമ്മ കണ്ടാൽ നമ്മളെ പ്ലാൻ മൊത്തം പൊളിയും. ഓക്കെ ഡൺ. ഈ ബിസ്ക്കറ്റ് എവിടെ ഇരിക്കുന്ന? ആരായിരിക്കുന്നു ബിസ്ക്കറ്റ്? എങ്ങനെ ചേച്ചീനെ ഇവിടെ കൊണ്ടുവരും? എങ്ങനെ ചേച്ചീനെ അറിയിക്കും? ഇവിടെ നിന്ന് സിഗ്നൽ കൊടുക്കാം. പതുക്കെ ചേച്ചി വരുന്നവർ ഇവിടെ തന്നെ കിടക്കാം. അപ്പൊ ചേച്ചി എന്നെ അന്വേഷിച്ച് വരും. എന്നെ അന്വേഷിച്ച് വരുമ്പോൾ ബിസ്ക്കറ്റ് കാണും. ഓക്കെ ശരി. എവിടെ പോയി ചേച്ചി? ചേച്ചി വാ വാ, ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ട്. ആ സമയത്തേക്ക് ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് പോയി അമ്മേനെ കളിക്കാൻ വിളിക്കാം. ചേച്ചി ബിസ്ക്കറ്റ് കണ്ടാൽ മതിയായിരുന്നു. അമ്മ ഇവിടെ ഉണ്ട്. അമ്മേ വാ, അമ്മേ കളിക്കാം വാ അമ്മേ. എനിക്ക് ബോറടിക്കുന്നു അമ്മേ, പ്ലീസ് അമ്മ വാ. അമ്മ ഇവിടെ എന്ത് ചെയ്യുവാ? നമുക്ക് കളിക്കാവോ? ആ ബോൾ എവിടെ? അതിന്റെ ജിറാഫ് എവിടെ? ഇതൊക്കെ കൊണ്ടൊന്ന് കളിപ്പിക്കുക. ആ ശബ്ദം കേൾക്കുന്ന ബോൾ എവിടെ അമ്മേ? വാ വാ, കൊള്ളാം അമ്മേ, നല്ല രസമുണ്ട്. ഈശ്വരാ, ചേച്ചി എന്ത് ചെയ്യണമെന്തോ? ചേച്ചിക്ക് അമ്മയ്ക്ക് മനസ്സിലാവുമെന്തോ? ചേച്ചി സമയം കളാതെ എടുക്കുവോ? അവിടെ ആണെങ്കിൽ ബിസ്ക്കറ്റ് കുറെ നിറച്ചിരിപ്പുണ്ട്. എനിക്ക് കൂടുതൽ കഴിക്കാൻ തരുമോ എന്തോ? എനിക്ക് കളിക്കാൻ ഒരു മൂടും ഇല്ല. പിന്നെ ഞാൻ ഇതിനു വേണ്ടി സഹിക്കുന്നതാണ്. കൊള്ളാമേ, കൊള്ളാം. നല്ല ലൈറ്റ് ഉണ്ട് അമ്മേ. അമ്മ എന്റെ ജിറാഫ് എവിടെയാ അമ്മേ? എന്റെ ക്യാരറ്റ് എവിടെയാ അമ്മേ? അതൊക്കെ എടുത്തിട്ട് വരും അമ്മേ. എനിക്കാണെങ്കിൽ ബോറടിച്ചതുകൊണ്ടാണ് അമ്മ കളിക്കാൻ വിളിച്ചത് കേട്ടോ. കളി മതിയാക്കാം. ചേച്ചി ചിലപ്പോ അവിടെ എടുത്തിരിക്കും. എങ്ങനെ വിശ്വസിക്കും? ചേച്ചിയാണെങ്കിൽ TV കണ്ട് അതിന്റെ അവിടെ അങ്ങ് ഇരിക്കുമോ? ഒരു രക്ഷയില്ല. ചേച്ചിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. നമ്മുടെ പ്ലാനൊക്കെ മറക്കും. ഇന്നത്തെ എന്റെ ബിസ്ക്കറ്റ് പദ്ധതി മിക്കവാറും ചേച്ചി പൊളിക്കും. TVയിലെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവമേ, ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. നമുക്കെല്ലാ ബിസ്ക്കറ്റും കിട്ടണേ. ഈശ്വരാ, അവൻ അമ്മയെ കളിപ്പിക്കണുണ്ട്. അമ്മ എങ്ങാനും ഇനി കയറി വരുമോ? വന്നാൽ അടി ഉറപ്പാ. ഈശ്വര, ബിസ്ക്കറ്റ് എവിടെ? ദൈവമേ, വീരല്ലേ, അനുഗ്രഹിക്കണേ ഭഗവാനെ. ഇനി അവന് പതുക്കെ സിഗ്നൽ കൊടുക്കാം. അമ്മ വരും മുമ്പേ കഴിക്കാം. എടാ നമ്മൾ പ്ലാൻ സക്സസ് ആയി. അമ്മ കണ്ടുപിടിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്ന്. നീ ആദ്യം കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിക്കാം. ഇതാ, ആദ്യം കുറച്ചേ കഴിക്കാം. നിൻ്റെ ശരീരത്തിന് നല്ലതല്ല. ഞാൻ കുറച്ചേ തരത്തുള്ളേ. ഇനി എന്തെങ്കിലും പറ്റി അമ്മ എന്നെ അടിക്കും. ഇനി ഞാൻ കഴിക്കാം. നല്ല ബിസ്ക്കറ്റല്ലേ? ഇനി ഈ സ്നേഹം എനിക്ക് തിരിച്ച് കാണിക്കണം. എൻ്റെ ആവശ്യത്തിന് ഇതുപോലെ കാണിക്കണം. ഇനി ബിസ്ക്കറ്റ് കിട്ടിയെന്നുള്ള പരാതി ഇല്ലല്ലോ, കിട്ടിയില്ലെന്ന്. ചേച്ചി ഒപ്പിച്ച് വന്നിട്ടുണ്ട് ബിസ്ക്കറ്റ്. പിന്നെ അമ്മ വരും മുമ്പ് ഇത് പെട്ടെന്ന് വയ്ക്കണം. പെട്ടെന്ന് കഴിക്കുന്നീ. എന്ത് കിടന്ന് ഉറങ്ങണം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് സംശയം വരും. അമ്മ തരാത്തതിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുകൊണ്ടാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ചേച്ചി എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് അല്ലേ തന്നോളൂ. ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെ? എന്തായാലും ഒന്നും തരാതിരുന്നതല്ലേ. അത് ഇത്രയും കിട്ടിയത് തന്നെ നല്ല കാര്യം. കുറച്ച് വിശപ്പൊക്കെ പോയി. ഇനി എന്തായാലും കിടന്ന് ഉറങ്ങിയേക്കാം. ഇല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും.